സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ യുക്രൈനിൽ വീണ്ടും റഷ്യ മിസൈൽ ആക്രമണം. യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് നേരെയാണ് റഷ്യ ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, 27 പേർക്ക് പരിക്കേറ്റു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് ആക്രമണം. സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്ളാഡിമിർ പുടിൻ വീണ്ടും കാണിച്ചു തരുന്നുവെന്ന് സെലൻസ്കി പറയുന്നു. നമ്മുടെ സമാധാനപരമായ ശ്രമങ്ങളോട് റഷ്യയുടെ പ്രതികരണമാണ് ഈ ആക്രമണം. 2022 അധിനിവേശം ആരംഭിച്ചതിനു ശേഷം യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾ, റെയിൽ ശൃംഖലകൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവയടക്കം റഷ്യ ആവർത്തിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. 4 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ചർച്ചകൾ ഒരു സ്ഥിരം ഉടമ്പടിയിലേക്ക് നയിക്കുമോ എന്ന് ഉറപ്പു പറയാൻ കഴിയില്ലെങ്കിലും തർക്ക വിഷയങ്ങൾ അന്തിമ തീരുമാനമെടുക്കാൻ ഇരുപക്ഷവും പരമാവധി ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സെലൻസ്കി വ്യക്തമാക്കി. ട്രംപിന്റെ ഫ്ലോറിഡയിലെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക. സമാധാന ചർച്ചകൾ ഊർജ്ജമായി നടക്കുന്നതിനിടയിലാണ് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ഞങ്ങൾ ഒരു ദിവസം പോലും പാഴാക്കുന്നില്ല. ഉന്നതതല കൂടിക്കാഴ്ചകൾക്കായി ഞങ്ങൾ ധാരണയിലെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് പ്രസിഡന്റ് ട്രംപുമായി നടക്കാനിരിക്കുന്നത്. പുതുവത്സരത്തിന് മുമ്പ് പലതും തീരുമാനിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. യുക്രൈൻ പ്രസിഡന്റ് വെള്ളിയാഴ്ച പങ്കുവച്ച എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള 20 പോയിന്റ് സമാധാന കരാർ 90% തയ്യാറാണെന്നും കാര്യങ്ങളെല്ലാം 100% നന്നായി നടക്കുമെന്നത് ഉറപ്പാക്കുമെന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സെലൻസ്കി വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളുടെ സംഘങ്ങൾ സമാധാന ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുക്രൈന്റെയും അമേരിക്കയുടെയും സംഘങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതേസമയം താൻ അംഗീകരിക്കുന്നതുവരെ യുക്രൈനെല്ലാം ശരിയായി എന്ന് പറയാനാവില്ലെന്നും ട്രംപ് വെള്ളിയാഴ്ച പോളിടെക്നിക്കോ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ചർച്ച ഫലം കാണുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. സെലൻസ്കിയുമായുള്ള ചർച്ച നല്ല രീതിയിൽ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പുടിനും യോജിച്ചു പോകാനാകുമെന്നും താൻ വിശ്വസിക്കുന്നു, ട്രംപ് വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റുമായി എത്രയും വേഗം സംസാരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന് വേണ്ടി ചർച്ച നടത്തുന്ന ടീമിലെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിയുമായി ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ 1 മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിനൊടുവിലാണ് സെലൻസ്കി ട്രംപിനെ നേരിൽ കാണാനുള്ള തീരുമാനമെടുത്തത്. പുതിയ ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ പുതിയ ആശയങ്ങൾ നൽകുന്നതായും സ്റ്റീവ് പറയുന്നു. ട്രംപുമായിട്ടുള്ള ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതായി സെലൻസ്കി പറഞ്ഞു. യുക്രൈൻ US ഉദ്യോഗസ്ഥർ തമ്മിൽ അമേരിക്കയുമായി റഷ്യ നടത്തുന്ന ചർച്ചയുടെ ഭാഗമായി സമാധാന പദ്ധതിയിൽ നിന്ന് ഇത് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് എന്നും മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. US ഇടനിലക്കാരിൽ നിന്ന് തയ്യാറാക്കിയ സമാധാന പദ്ധതിയിലും US സുരക്ഷാ ഗ്യാരണ്ടിക്കായുള്ള പ്രത്യേക നിർദ്ദേശങ്ങളിലുമായിരിക്കും താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് സെലൻസ്കി പറഞ്ഞതായി BCCI റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡോൺബാസ് മേഖലയുടെ പുനർനിർമ്മാണവും പ്രാദേശിക നിയന്ത്രണവും സംബന്ധിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്യുമെന്നാണ് വിവരം. US 15 വർഷത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കരാർ വാഗ്ദാനം ചെയ്തതായും സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ ഭാവിയിലും റഷ്യൻ ആക്രമണം ഒഴിവാക്കുന്നതിനും നിയമപരമായുള്ള വ്യവസ്ഥകൾ ഒരു ദീർഘകാല ഉടമ്പടിയായി യുക്രൈൻ ലക്ഷ്യമിടുന്നതായാണ് വിവരം. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്.